നമസ്കാരം. വിജയാസ് ഫാമിലിക്ക് സ്വാഗതം. ഞാനിന്ന് ഗോതമ്പ് പൊടി കൊണ്ടൊരു കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കേക്കിന് ഗോതമ്പ് പൊടിയിൽ ഒരു 4 കേക്കിന് എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് പരീക്ഷിക്കുകയാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇത് ഒന്ന് നോക്കണതാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പം ആദ്യം തന്നെ സ്റ്റൗ എത്തിച്ച് നമുക്കൊരു പാത്രം വെച്ചു കൊടുക്കാം. നമുക്ക് കാരമൽ തയ്യാറാക്കണേ. കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കാരമൽ തയ്യാറാക്കി റെഡിയാക്കി വെക്കാം. നമ്മൾ കാരമൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിത് സാമ്പിളിന് ഒരു ചെറിയ കേക്കാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണത്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാരമൽ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം. അപ്പം ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് പൊട്ടിച്ചു നന്നായിട്ട് അടിച്ചിട്ട് വരാം. അപ്പം മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കാം. ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പിഞ്ചുപ്പ് എടുത്തിട്ട് വരാം. എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗോതമ്പ് പൊടി നമുക്ക് ഇട്ട് കൊടുക്കും. ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. ഒന്നുകൂടെ അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് 10 ഈന്തപ്പഴമാണ് അതിലിട്ടത്. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കും. വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കേക്ക് തയ്യാറാക്കാൻ പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി പാത്രം ഒന്ന് ചൂടാകാനുണ്ട്. ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ റിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. പേപ്പർ വെച്ചിട്ടുണ്ട്, എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. നമുക്ക് പാത്രം നമ്മുടെ കേക്ക് റെഡി ആയിട്ട് നമുക്കൊന്ന് നമ്മുടെ കേക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഗോതമ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതേ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ എല്ലാം തന്നെ വേണമെന്നില്ല. നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് ചെയ്യാം. കാരണം കശുവണ്ടി നമ്മളെ വീട്ടിൽ എപ്പോഴും മിക്കവാറും കാണും. അപ്പോൾ അതുപോലെ തന്നെ ഈന്തപ്പഴം ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.